നമസ്കാരം. പുതിയ UDF മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരും വീതം വെപ്പും കൊഴുക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് തുടർച്ചയായി വിജയം കൊയ്യുന്ന ജനകീയ മുഖങ്ങളെ തഴഞ്ഞ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാത്രം നോക്കി മന്ത്രിമാരെ നിശ്ചയിക്കുന്ന പഴയ ശൈലി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന ആക്ഷേപം ശക്തമാകുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇരയാണ് കോവളത്തിന്റെ ജനപ്രിയ MLA M. വിൻസെന്റ്. തീരദേശ മേഖലയിൽ കോൺഗ്രസിന്റെ ശക്തനായ കാവലാളായി മാറി തുടർച്ചയായി 3 തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടി നിയമസഭയിലെത്തിയ നേതാവാണ് M. വിൻസെന്റ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ തരംഗത്തിനിടയിലും തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് അഭിമാനം കാക്കാൻ അവശേഷിച്ച ഏക ജനപ്രതിനിധി വിൻസെന്റ് ആയിരുന്നു. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം UDF തകർന്നടിഞ്ഞപ്പോഴും തീരദേശത്തെ ജനവികാരം അനുകൂലമാക്കി വിൻസെന്റ് ജയിച്ചു കയറുകയായിരുന്നു. എന്നിട്ടും ഇപ്പോൾ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് അണികൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. M. വിൻസെന്റ് എന്ന ജനകീയ നേതാവിനെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്നും അവഗണിക്കുന്നതിന് പിന്നിൽ ഗ്രൂപ്പ് മാനേജർമാരുടെ കൃത്യമായ അജണ്ടയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. A ഗ്രൂപ്പിലോ I ഗ്രൂപ്പിലോ ഉറച്ചുനിന്ന് ഏതെങ്കിലും ഗ്രൂപ്പ് മാനേജർമാരുടെ വിനീത വിധേയനാകാൻ വിൻസെന്റ് തയ്യാറായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന് വിനയായത്. ഗ്രൂപ്പ് ഇല്ലാത്തതാണ് ശാപം എന്ന അവസ്ഥയിലേക്ക് വിൻസെന്റ് മാറ്റപ്പെട്ടു. ഹൈക്കമാൻഡ് തലത്തിലോ KPCC നേതൃത്വത്തിലോ വിൻസെന്റിന് വേണ്ടി സംസാരിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ ആരുമില്ലാതെ പോയതും ഈ അവഗണനയ്ക്ക് ആക്കം കൂട്ടി. സ്വന്തം മണ്ഡലത്തിലും തീരദേശത്തും നിരവധി വികസന സാമൂഹ്യ ഇടപെടലുകൾ നടത്തി ജനഹൃദയങ്ങൾ കീഴടക്കിയെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അകലം പാലിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ മന്ത്രിസഭാ സാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും വെട്ടിനിർത്തുകയായിരുന്നു. തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിൻസെന്റിനോട് കാണിച്ച ഈ അവഗണന ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത എന്നാൽ ഇന്ദിരാഭവനിലിരുന്ന് ചരട് വലിക്കുന്ന ഗ്രൂപ്പ് മാനേജർമാർക്ക് മാത്രമാണോ കോൺഗ്രസിൽ മന്ത്രിസ്ഥാനത്തിന് യോഗ്യത എന്നാണ് അണികൾ ചോദിക്കുന്നത്. മത്സര രംഗത്ത് ജനങ്ങൾക്കിടയിൽ വിയർപ്പൊഴുക്കി ജയിച്ചു വരുന്ന വിൻസെന്റിനെ പോലുള്ളവരെ തഴഞ്ഞ് സ്വാധീന ശക്തിയുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് വരും ദിവസങ്ങളിൽ UDFിനകത്തും വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും ഒരുപോലെ സ്നേഹിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട MLAയോട് കാണിച്ച നീതികേടിനെതിരെ വരും ദിവസങ്ങളിൽ KPCC ഓഫീസിന് മുൻപിൽ പ്രതിഷേധമുയർന്നാലും അത്ഭുതപ്പെടാനില്ല. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയുടെ രക്ഷകനായി ഉയർന്നു വന്നത് വിൻസെന്റ് ആയിരുന്നു. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കോവളം മണ്ഡലം തുടർച്ചയായി നിലനിർത്തുക എന്നത് ചില്ലറ രാഷ്ട്രീയ തന്ത്രമല്ല. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടും കടലാക്രമണ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജനങ്ങൾക്കൊപ്പം രാപ്പകൽ ചെലവഴിച്ചും വിൻസെന്റ് ഉണ്ടാക്കിയെടുത്ത ജനകീയ അടിത്തറയാണ് കോവളത്ത് കോൺഗ്രസിന്റെ കൊടി ഉയർത്തി നിർത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ വെട്ടിനിരത്തൽ തന്ത്രം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ വോട്ടർമാർക്കിടയിൽ വിൻസെന്റിനുള്ള സ്വാധീനം ചെറുതല്ല. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും ബോധപൂർവ്വം മാറ്റി നിർത്തിയത് ലത്തീൻ കത്തോലിക്ക വിഭാഗം ഉൾപ്പെടെയുള്ള പരമ്പരാഗത UDF വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ജനവികാരം മനസ്സിലാക്കാതെ ഗ്രൂപ്പ് മാനേജർമാരുടെ പോക്കറ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം പദവികൾ വീതം വെച്ച് നൽകുന്ന ഹൈക്കമാൻഡ് ശൈലിക്കെതിരെ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ കലഹം രൂപപ്പെടും. ഗ്രൂപ്പുകളിൽ വിൻസെന്റ് വീണു പോകുമ്പോൾ തലസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു സമവാക്യമാറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നത്. KPCC നേതൃത്വത്തിലെ പ്രമുഖർ പോലും സ്വന്തം ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിൻസെന്റിന്റെ പേര് ചർച്ചകളിൽ നിന്നും ബോധപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. നിയമസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനകീയ പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്ന വിൻസെന്റിന് മന്ത്രിസ്ഥാനം നൽകിയാൽ അത് ഗ്രൂപ്പുകളുടെ ആധിപത്യം തകർക്കുമെന്ന ഭയമാണ് ഈ നീക്കത്തിന് പിന്നിൽ. അർഹതയുള്ളവരെ വാഴിക്കുന്ന രീതി കോൺഗ്രസ് ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങി നിർത്തിയ വിൻസെന്റിന് വേണ്ടി സംസാരിക്കാൻ ഇന്ന് കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിൽ ആരുമില്ല എന്നത് ഏറ്റവും ദയനീയമായ യാഥാർത്ഥ്യമാണ്. ഗ്രൂപ്പ് വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം ജനകീയനായ ഒരു നേതാവിനെ ബലി കൊടുക്കുമ്പോൾ KPCC പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കളും പുലർത്തുന്ന മൗനം കുറ്റകരമാണ്. അടിത്തട്ടിലെ അണികളുടെ വികാരം ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകാത്തതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ശാപം. ജനപ്രീതിയും പ്രവർത്തന പാരമ്പര്യവും നോക്കാതെ വെറും ഗ്രൂപ്പ് ലേബൽ മാത്രം നോക്കി മന്ത്രിമാരെ തീരുമാനിച്ചാൽ അത് പുതിയ സർക്കാരിന്റെ തുടക്കത്തിന് തന്നെ കരിനിഴൽ വീഴ്ത്തും. വിൻസെന്റിനെ പോലുള്ള ഒരു തീരദേശ നേതാവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാരിന്റെ ജനകീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമായിരുന്നു. തീരദേശ സംരക്ഷണവും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും മുൻനിർത്തി വിൻസെന്റ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ കയ്യടി നേടിയതാണ്. അണികളുടെ അമർഷം പുകഞ്ഞു കത്തുമ്പോൾ നേതൃത്വം തിരുത്തലുകൾക്ക് തയ്യാറാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അവസാന നിമിഷം വരെയുള്ള ചർച്ചകളിൽ വിൻസെന്റിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെടാതിരിക്കാൻ ഗ്രൂപ്പ് മാനേജർമാർ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. വോട്ടർമാർ വിയർപ്പൊഴുകി വിജയിപ്പിച്ച ജനപ്രതിനിധിയെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ജനത തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനോട് കാണിച്ച ഈ അവഗണനയ്ക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്.